ശ്യാമേ ദേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി കൊടുത്തോ കേട്ടാ. കേട്ടാ. ആ ഹലോ. ആ ശ്യാമേ. ആ തിരക്കൊന്നുമില്ല ഭാമേ. രാഘവേട്ടനെ അടക്കം എല്ലാരും ക്ഷണിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ആ ചായ കൊണ്ടുവരുന്നുണ്ട്. അങ്ങോട്ട് കൊടുക്ക്. എത്ര മണിക്കാ മുഹൂർത്തം? 11:30. ആ ശരി. എല്ലാരും ഉണ്ടല്ലോ. എടാ നീ ഹോട്ടലിലേക്കാണോ? ആ സുഖമല്ലേ വിഷ്ണു? ആ ഇങ്ങനെയൊക്കെ പോണു. ബിനീഷിന്റെ കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങാ. അമ്മയോടൊപ്പം അങ്ങ് വന്നേക്കണേ. ആ വരാം വരാം. എന്നാ ഞാനെന്നാ ഹോട്ടലിലേക്ക് പോയിട്ട് വരാം. അമ്മ പോയിട്ട്. ശരി വിഷ്ണു. നീ ഇതെവിടെ പോവാ? അവിടെ നിക്ക്. ഇവരെയൊക്കെ പരിചയപ്പെടണ്ടേ? ഇത് മാലതി, കുട്ടിക്കാലം മുതലേ എന്റെ കൂട്ടുകാരിയാ. മോനെങ്ങോട്ടാ? ഞാനേ പുറത്തേക്ക് പോണം. പെട്ടെന്ന് വരും, പൊയ്ക്കളരുതേ. ഇല്ല മോനെ, രണ്ടു മക്കളും ഇവിടെയല്ലേ. ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരേ പോകും. ഓ മതി. ഞാൻ പോയിട്ട് വരാം. ശരി. ഞാൻ മോളുടെ ദാമ്പത്യ പൂജയ്ക്ക് വന്നിരുന്നു. അന്ന് പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. മോള് പെട്ടെന്നങ്ങ് കേറിപ്പോയില്ലേ. അവളെങ്ങനെ പെട്ടെന്ന് ആരോടും അടുത്തിടപഴകുന്ന കൂട്ടത്തിലല്ല. ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? അമ്മേ, മോളെ. മോളെ വാടി. എന്താ മാലതി? അല്ല, മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ചതാ. രണ്ടാൾക്ക് നിന്നോടൊരു വകവെപ്പില്ല. എന്നാല് സ്വന്തം അമ്മയെ കണ്ടപ്പോഴുള്ള സ്നേഹവും പരിഗണനയും കണ്ടില്ലേ? ഇതാ പറയുന്നത്,
അമ്മായിയമ്മ ഒരിക്കലും അമ്മയാകില്ല. ശാരദാമ്മ അവര് വല്ലപ്പോഴുമല്ലേ കാണുന്നത്. കാണുന്നത് വല്ലപ്പോഴും ആണോ അല്ലയോ എന്നതിലല്ല കാര്യം. സ്നേഹവും ബഹുമാനവും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് പെരുമാറ്റത്തിലും അറിയാൻ പറ്റും. എന്റെ മരുമോളുണ്ടല്ലോ കല്യാണി, ഇപ്പോഴും എന്റെ മുമ്പിൽ നേരെ നിന്ന് സംസാരിക്കില്ല. അത്രയ്ക്ക് ബഹുമാനമാ. ഇവിടുത്തെ പ്രീതിയുടെ കാര്യം അറിയാമല്ലോ. വസുമതിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അല്ല, അവരെന്ത് ബഹുമാനക്കുറവ് കാണിച്ചെന്ന്? എന്നോട് എന്തിനാ ഭാമ നീ ഇതൊക്കെ മറയ്ക്കുന്നത്? നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലേ. നിന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം ഉണ്ടായാ എനിക്കത് വായിക്കാൻ പറ്റും. നീ ഇപ്പൊ കുടിച്ചിറക്കുന്ന കണ്ണീരിന്റെ കയ്പെത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും. നീ ഒരു മരുമവളെ കൊണ്ട് കാപ്പി എടുപ്പിക്കാൻ പെട്ടപാട് ഞങ്ങൾ കണ്ടു. പുതുപ്പെണ്ണായിരിക്കുമ്പോ ഇത് കാട്ടുന്നവള് കുറെ കഴിയുമ്പോ തലയെ കയറിയിരുന്ന് നിരങ്ങും. പിന്നെ ഒരുത്തി ഇപ്പോ അമ്മ വന്നപ്പോ ഓടി താടിയിറങ്ങി പോന്നത് കണ്ടല്ലോ. ഇവിടെ ഒരു പട്ടിയെ കെട്ടിയിരിക്കുന്ന വിലയെങ്കിലും തന്നോ അവള് നിനക്ക്? പല വീട്ടിൽ നിന്ന് പെണ്ണിനെ എടുത്താൽ തന്നെ അമ്മമാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമോ. അപ്പോഴാ ഒരു വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ എടുക്കുന്നത്. രോഹിത് സത്യാമ്മയുടെ സ്വന്തം മോനല്ലാന്ന് ഓർത്തോണം. സുഭദ്രേ, സത്യാമ്മേ, വിശേഷമൊന്നുമില്ല ശാലിനി. നല്ല വിശേഷം ആന്റി. വിശേഷമൊന്നും ആയില്ലേന്നാ ഞാൻ ചോദിച്ചത്. അല്ല ഭാമേ, എന്റെ മോൻ ബിനീഷ് കല്യാണിയെ വിവാഹം കഴിച്ചോണ്ടിരുന്ന സമയത്ത് അപ്പോഴല്ലായിരുന്നു വിഷ്ണുവിന്റെ ശാലിനിയുടെയും കല്യാണം. കല്യാണിക്കൊരു കുഞ്ഞു പിറന്നു, പേരിടിയിൽ ചടങ്ങുമായി. ശാലിനിക്ക് ഇതുവരെ വിശേഷം പോലും ആയില്ലേ? അതെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു ചോദിക്കാൻ പാടുണ്ടോ മാലതി? പല പ്രശ്നങ്ങളും കാണും. എന്ത് പ്രശ്നം? ആണിനോ പെണ്ണിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കുഞ്ഞുണ്ടാവോ? ചിലപ്പോ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതോ ഇനി വിഷ്ണുവിനാണ് പ്രശ്നമെന്ന് ആർക്കറിയാം? അങ്ങനെയാണെങ്കിലേ അതിന് തകരാറൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ചികിത്സയുണ്ട്. എനിക്കറിയാവുന്ന ഒരു നാട്ടുവൈദ്യനുണ്ട്. 10-18 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾക്ക് അയാളുടെ ചികിത്സ കൊണ്ട് കുട്ടി പറഞ്ഞിട്ടുണ്ട്. നാട്ടുവൈദ്യമൊന്നും വേണ്ടെന്നേ, ഇംഗ്ലീഷ് മരുന്ന് തന്നെയാ ബെസ്റ്റ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവര് പരിഹരിച്ചു കൊടുക്കും. IVF എന്നൊക്കെ പറഞ്ഞ് പുതിയ ചികിത്സയുണ്ട്. ഛേ, ഇതൊന്നുമല്ല. ശാലിനി സിവിൽ സർവീസിന് ശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ കുഞ്ഞും പ്രാരാബ്ധമൊന്നും വേണ്ടെന്നാവും. ആഹാ, കളക്ടറാവാൻ പോവാ? ഉടനെ കളക്ടർ ആവോ സത്യാമ്മേ? എങ്കിൽ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു കേട്ടോ. സർക്കാർ വണ്ടിയിൽ പോലീസുകാരുടെ അകമ്പടിയോടെയൊക്കെ പോകുന്ന കൊച്ചമ്മമാരുണ്ടോ കുഞ്ഞുങ്ങളുടെ മൂത്രത്തുണി കഴുകാൻ പോകുന്നു? പ്രസവം ഒന്ന് കേൾക്കുമ്പോ തന്നെ അവർക്കൊക്കെ പേടിയായിരിക്കും. പ്രസവ വേദന ഒഴിവാക്കാൻ സിസേറിയൻ ചെയ്താൽ മതിയെന്നാ പുതിയ കുട്ടികൾ പലരും പറയുന്നത്. അതും കൂടി വേണ്ടെന്നാ ഇപ്പൊ പലർക്കും. കല്യാണം വേണം, പക്ഷെ കുഞ്ഞുങ്ങൾ വേണ്ട. കല്യാണത്തിന് മുമ്പേ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തു വെക്കും. ചെറിയ വേദന സഹിച്ചാൽ മതിയല്ലോ. ശാലിനി ഇനി അങ്ങനെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ ആവോ? അതൊക്കെ വിട്ടേക്ക് സുഭദ്രേ, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. ചായ കുടിക്കുമല്ലത്.
അയ്യോ അപ്പൊ ശരി ഭാമേ, ഞങ്ങൾ ഇറങ്ങുന്നു. അല്ല മാലതി, നടക്ക സുഭദ്രേ. അല്ല രാഘവേട്ടനെയൊക്കെ ക്ഷണിക്കണമെന്ന് പറഞ്ഞിട്ട് മാലതി എന്താ പെട്ടെന്നങ്ങ് പോയി കളഞ്ഞത്? എന്താടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? അത് മനസ്സിലായില്ലേ? എന്താടി പറഞ്ഞേ? സത്യമേ, കണ്ടില്ലേ ശാരദാമ്മ നിങ്ങളുടെ മകളുടെ അഹങ്കാരം? സത്യമ്മ ക്ഷമിക്കണം. അവൾ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും ഞാൻ പറഞ്ഞ് നേരെയാക്കിക്കോളാം. നേരെയാക്കാന്നോ? ദേ ഇവൾ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്ക്, ദാ കുടിച്ചു നോക്ക്. ഒരു ചായക്കട നടത്തുന്ന നിങ്ങളുടെ മകൾക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിയത്തില്ലേ ശാരദാമ്മേ? ഉണ്ടാക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇവൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയോ അവളൊന്ന് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നത്? അപ്പോ എന്നെ ഒന്ന് നാണം കെടുത്തണമെന്ന് ഇവളങ്ങ് തീരുമാനിച്ചു. അങ്ങനെ എന്നെ എന്റെ അതിഥികൾക്ക് മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയല്ലേ ശാരദാമ്മ ഇവളീ കഷായം ഉണ്ടാക്കി കൊണ്ടുവന്നത്? ചായ കുടിച്ചു നോക്കിയിട്ട് ഒരു അക്ഷരം മിണ്ടാതെ അവരിറങ്ങിപ്പോകുന്നത് നിങ്ങളും കണ്ടതല്ലേ? ഇതാണോ ശാരദാമ്മ നിങ്ങളുടെ ആദ്യത്തെ മര്യാദ? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ പെരുമാറാനാണോ നിങ്ങൾ മക്കളെ പഠിപ്പിച്ചിരിക്കുന്നത്? ചായ കൊള്ളില്ലെങ്കിൽ അതെന്റെ കുറ്റമല്ലമ്മേ. വിഷ്ണുവേട്ടന്റെയാ കുറ്റം. വിഷ്ണുവേട്ടനാ ചായ ഉണ്ടാക്കിയത്. ദൈവമേ, ഈ പാവം കുഞ്ഞ് എന്തിനാ അത് പറഞ്ഞത്? ആടിപൊളി. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ശാരദാമ്മേ, ഇവളെ ഞാൻ അടിക്കണോ അതോ നിങ്ങളോ? ശാരദാമ്മേ, എന്താ ഇത്? അവൾ എന്തിനാ അടിക്കുന്നേ? അവൾ എന്ത് തെറ്റിയിട്ടാ? രാഘവേട്ടൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അത് മനസ്സിലാകൂ. ആയുസ്സും ആരോഗ്യമുള്ള കാലത്തോളം ആണുങ്ങൾ അടുക്കളയിൽ കയറാൻ അനുവദിക്കാറില്ല തറവാട്ടി പിറന്ന പെണ്ണുങ്ങളാരും. ശാരദാമ്മേ, അതൊക്കെ പഴയ കാഴ്ചപ്പാടല്ലേ? അത് തന്നെ എനിക്കും പറയാനുള്ളത്. വിഷ്ണുവേട്ടൻ ഒരു ചായ ഉണ്ടാക്കിയെന്ന് കരുതി ഈ വീടിന് മുകളിലെ ആകാശത്തിന് വിള്ളലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ശ്യാമേ, ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പ പറഞ്ഞാ മതി. പരിഹരിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എടി ശ്യാമേ, ശ്യാമേ,
സത്യമേ, ശാരദാമ്മ എന്തിനാ വന്നത്? അത് ഞാൻ സത്യാമ്മയ്ക്ക് മുട്ടുവേദനയാണെന്ന് ശാലിനി പറഞ്ഞു. രാത്രിയിൽ മുട്ടുവേദന വരുന്നത് വലിയ കുഴപ്പമെന്നാ പറയുന്നത്. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ വേദന. നാരായണൻ വൈദ്യരുടെ ചികിത്സ കൊണ്ട് വേദന അങ്ങ് മാറി. വൈദ്യരെ കണ്ട് കുറച്ച് കുഴമ്പും കഷായമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ദാ. എന്റെ മുട്ടുവേദനയ്ക്കുള്ള മരുന്നാ ഇതല്ലേ? കൊണ്ടുപോയി തുലക്ക് ശാരദാമ്മേ, നിങ്ങളുടെ എണ്ണയും കുഴമ്പും. ആദ്യം നിങ്ങൾ നിങ്ങളുടെ മക്കളെ നന്നാക്ക്, എന്നിട്ട് എന്റെ മുട്ടിന്റെ കാര്യം നോക്ക്. ഭാമേ, എന്താ? രാഘവേട്ടൻ ഇതിൽ ഇടപെടരുത്. ശാരദാമ്മേ, നിങ്ങളുടെ മകളോട് ഞാൻ പറഞ്ഞതാ എന്നെ സോപ്പിടാൻ വരരുതെന്ന്. അത് അപ്പോ എണ്ണയും കുഴമ്പുമായിട്ട് നിങ്ങളെ എഴുന്നള്ളിച്ചിരിക്കുന്നു. ഇല്ല സത്യമേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? കളക്ടർ ആവാൻ ഇവൾക്ക് ഇന്റർവ്യൂവിന് പോകാൻ. ഇപ്പൊ തന്നെ ഈ വീടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. ഇതുവരെ ഇല്ലാത്ത ശീലങ്ങളാ നിങ്ങളുടെ മക്കൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവള് കളക്ടറും കൂടി ആയാലത്തെ അവസ്ഥ എന്തായിരിക്കും? കളക്ടറമ്മയ്ക്കും അവളുടെ അനിയത്തി കൊച്ചമ്മയ്ക്കും ഞാൻ ചായ ഇട്ട് കൊടുക്കേണ്ട ഗതി വരും. സത്യമേ, മിണ്ടി പോകരുത്. മക്കളെ വളർത്തി വെച്ചേക്കുന്നു. അമ്മേ, ശാരദാമേ, സാരമില്ല രാഘവേട്ട. ശാരദയ്ക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അമ്മേ, അമ്മേ, തൊട്ടുപോരു തന്നെ. ദാ, മോള് സമയം പോലെ സത്യാമ്മയ്ക്ക് ഇത് ഇട്ടുകൊടുക്കണം. ആരെയും പ്രീതിപ്പെടുത്താനോ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ വേണ്ടി കൊണ്ടുവന്നതല്ല ഇത്. മരുന്നിനോട് വിരോധം വേണ്ടെന്ന് സത്യാമ്മയോട് പറഞ്ഞേക്ക്. ഞാൻ ഇറങ്ങാം മോളെ. ശാരദാമ്മേ, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ. വേണ്ട. അമ്മേ, അമ്മേ, അമ്മ ഇങ്ങനെ പോവാതെ മാരടി മുന്നീന്ന്. അമ്മേ, അമ്മേ പ്ലീസ്. ദേ, എന്റെ വായി വരുന്നൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയണ്ടെന്ന് കരുതിയാ ഞാൻ. അപ്പൊ നീ അതിന് സമ്മതിക്കില്ല അല്ലേ? അമ്മ ഇനി വഴക്കോ ചീത്തയോ എന്ത് വേണേലും പറഞ്ഞോ, അല്ലെങ്കിൽ എന്നെ അടിക്കണോ അടിച്ചോ. പക്ഷെ ഇങ്ങനൊന്നും പറയാതെ പോയി കളയല്ലേ. വേറെ എന്താടി ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് നിന്റെ അനിയത്തിക്ക് ഒരു പൂമാലി ചെണ്ടും കൂടി വാങ്ങിച്ചു തരട്ടെ? കല്യാണം കഴിപ്പിച്ചയച്ച 2 പെൺമക്കളെ കാണാൻ അവരുടെ വീട്ടിൽ വന്നപ്പോ
എന്റെ മക്കൾ അമ്മയ്ക്ക് ഒരിക്കൽ സ്വീകരണം എന്തായാലും കൊള്ളാം. അമ്മ സത്യാമ്മ ഇത് പെട്ടെന്നൊരു ദേഷ്യത്തില് സത്യാമ്മയല്ല, സത്യാമ്മയല്ല, ഈ ഞാനാടി കൂട്ടുകാരി. ഞാൻ കെട്ടിച്ചു വിട്ട പെണ്ണിന് ഒരു ഗ്ലാസ് ചായ ഇടാൻ അറിയില്ലെങ്കിൽ അതിടാൻ ഒരു ആണിന്റെ കൈ സഹായം വേണമെങ്കിൽ കുറ്റം അവളുടെ ആണെന്ന് അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ അല്ല, പെറ്റ് വളർത്തി വലുതാക്കിയ ഈ അമ്മയുടെ തന്നെയടി. ഇതിപ്പോ ഒരു അപമാനം ഒരു അമ്മയ്ക്ക് ഉണ്ടാവാനില്ല. ഇതിലും ഭേദം നീ നിന്റെ അനിയത്തിയും കൂടി ഈ വീടിന്റെ പിന്നാമ്പറത്ത് എന്നെ അങ്ങ് കുഴി വെട്ടി മൂടുന്നതായിരുന്നു. എന്താ അമ്മ ഇത്? കൂട്ടത്തിൽ ഇളയതാണെന്നുള്ള പരിഗണന ശ്യാമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവളെ ഉടനെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എങ്കിലും അവള് കല്യാണം കഴിച്ച് സത്യമ്മയുടെ വീട്ടിലേക്ക് പോന്നപ്പോഴേ എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെ നീ ഉണ്ടല്ലോ. ശ്യാമയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴവ് പറ്റിയാല് എന്റെ സ്ഥാനത്ത് നിന്ന് നീ അത് പരിഹരിച്ചോളൂല്ലോ എന്നായിരുന്നു എന്റെ പ്രതീക്ഷ. എല്ലാം വെറുതെയായി. കുറ്റം എന്റേത് തന്നെയാടി. മറ്റുള്ള അമ്മമാര് വളർത്തിയതുപോലെ ഒന്നുമല്ല ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. കുഞ്ഞുനാളിലെ വലിയ വലിയ സ്വപ്നങ്ങളാ നിന്റെയൊക്കെ തലയിലോട്ടെടുത്ത് വച്ചു തന്നത്. മക്കൾ അതൊക്കെ ആയിത്തീരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാ ചായ ഗ്ലാസ് കഴുകിയും നാട്ടുകാരുടെ എച്ചിലെല്ലാം എടുത്ത് ജീവിതം തീർത്തു. എന്നിട്ടോ ആഗ്രഹിച്ചെടുത്ത് മക്കളെത്തിയോ? അതുമില്ല. എടി, അത്യാവശ്യം മനുഷ്യന്മാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയോ നിനക്കൊക്കെ?